ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 49 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ യു.പി. ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും ജനവിധി തേടുന്നുണ്ട്. വിവിധയിടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരും. ദില്ലിയിൽ നിന്ന് സ്വാതി സന്തോഷ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സ്വാതി. ഗുഡ് മോർണിംഗ് കാവ്യ. വോട്ടെടുപ്പ് തുടങ്ങി 26 മിനിറ്റ് പിന്നിടുന്നു. സൂചനകളൊന്നും ലഭിക്കാൻ ആയിട്ടില്ല. എങ്കിലും എല്ലാ ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയും പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. നമ്മൾ ഈ പ്രചാരണ രംഗത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുഡ് മോർണിംഗ് കേരളത്തിൽ വളരെ സജീവമായി തന്നെ ചർച്ച ചെയ്തതാണ്. എങ്ങനെയാണ് ഈ ഒരു വോട്ടെടുപ്പിന്റെ പ്രചാരണ രംഗമൊക്കെയും മുന്നോട്ട് പോയത് എന്നത്. ഇപ്പോൾ വിധിയെഴുത്തിന്റെ ദിനം വന്നിരിക്കുന്നു സ്വാതി. കാവ്യ, എന്തായാലും അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. 49 മണ്ഡലങ്ങളിൽ കാവ്യ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രചരണങ്ങൾക്കൊക്കെ ശേഷം മുന്നണികൾ അതിവാശിയേറിയ പ്രചരണമൊക്കെ വിവിധ ഇടങ്ങളിൽ നടത്തി. അങ്ങനെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമെന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. എല്ലാവിധ സജ്ജീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ തന്നെയും എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 49 മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട യു.പിയിലെ റായ്ബറേലിയും അമേഠിയും ഒക്കെ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 6 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ കശ്മീരും ലഡാക്കും ഉൾപ്പെടെയുള്ള 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും ജനവിധി തേടുകയാണ്. 94,732 പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ 8.95 കോടി വോട്ടർമാർ ഇന്ന് സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടി എത്തും. അതോടൊപ്പം തന്നെ ഒഡീഷയിലെ നിയമസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടി ഇന്ന് നടക്കുകയാണ്. എന്തായാലും യു.പിയിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്ക് ഇന്ന് പോളിംഗ് നടക്കുന്നത്. 14 സീറ്റുകളിലേക്കാണ് പോളിംഗ് നടക്കുന്നത്. കഴിഞ്ഞ പ്രചാരണങ്ങളിലൊക്കെ തന്നെയും യു.പി ഏറ്റവും ശ്രദ്ധയാകർഷിച്ച സംസ്ഥാനം കൂടിയാണ്. റായ്ബറേലി, അമേഠി അടക്കമുള്ള ഏറ്റവും നിർണായക സീറ്റുകളിലേക്കുള്ള മത്സരങ്ങൾ നടക്കുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൂടാണ്ട് നടക്കുന്ന ബീഹാറിൽ 5 മണ്ഡലങ്ങൾ, മഹാരാഷ്ട്രയിൽ 13, പശ്ചിമ ബംഗാളിൽ 7 മണ്ഡലങ്ങൾ, ജമ്മു കാശ്മീരിലും ലഡാക്കും ഓരോ മണ്ഡലങ്ങളിലേക്ക് ജനവിധി തേടുകയാണ്. ഇതിൽ 695 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ മത്സര രംഗത്തുള്ളത്. ഏറ്റവും പ്രധാനമായി കാണേണ്ടത് കേന്ദ്രമന്ത്രിമാരടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ഘട്ട തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കേന്ദ്രമന്ത്രിമാരുണ്ട്, രാജ്നാഥ് സിംഗ് ഉണ്ട്, സ്മൃതി ഇറാനി മത്സരരംഗത്തുണ്ട്, രാഹുൽ ഗാന്ധി, നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന റായ്ബറേലി മണ്ഡലം. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ മത്സരരംഗത്തുള്ളതാൽ തന്നെ മുന്നണികൾ വലിയ പ്രതീക്ഷയുമായി മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ഘട്ട പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവൊക്കെ തന്നെയും ഈ അഞ്ചാം ഘട്ടത്തിൽ അത് മാറ്റം വരുത്താൻ കഴിയുമോ, അതിൽ കൂടുതൽ പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിക്കാനുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെയാണ് എല്ലാ പാർട്ടികളും നടത്തിപ്പോകുന്നത്. എന്നാലും BJP കടുത്ത ആശങ്കയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഓരോ പ്രദേശത്തും നടത്തുന്ന വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ, CAA അടക്കമുള്ള വിഷയങ്ങളൊക്കെ പ്രചാരണ ആയുധമായി തന്നെ BJP ഉപയോഗിക്കുന്നു. മാത്രമല്ല, വലിയ തിരിച്ചടികൾ കഴിഞ്ഞ വോട്ടെടുപ്പുകളിലൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ കൂടി ഇന്ത്യ മുന്നണി വലിയ ആവേശത്തോടെ മുന്നോട്ട് പോകുമ്പോൾ BJP കരുത്ത ആശങ്കയിൽ തന്നെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും പോളിംഗ് ശതമാനമൊക്കെ ഈ ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇനിയുള്ള മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇപ്പോൾ എന്തായാലും പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും പോളിംഗ് നടക്കുകയാണ്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളോടെയും തന്നെയാണ് ഇപ്പോൾ പോളിംഗ് പുരോഗമിക്കുന്നത്. കാവ്യ. ശരി സ്വാതി.